ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കേക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ നല്ല പഴുത്തിട്ടുള്ള 4 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചെറുപഴം എടുക്കാം, അതുപോലെ റോബസ്റ്റ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കിട്ടുന്ന ഫിലിപ്പൈൻ ബനാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ തൊലി കളഞ്ഞിട്ട് മാറ്റി വെക്കുകയാണ്. നേന്ത്രപ്പഴം ഇതിലേക്ക് അത്ര ടേസ്റ്റി ആവില്ല കേട്ടോ. ചിലപ്പോൾ കേക്കിന് അത്ര സോഫ്റ്റ് ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നേന്ത്രപ്പഴം വേണ്ട, ഈ പഴങ്ങൾ ഏതെങ്കിലുമൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഈ പഴങ്ങളെല്ലാം കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചിട്ടാണ് ഇതിനെ ഒന്ന് ജ്യൂസാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ജ്യൂസാക്കിയിട്ട് എടുക്കണം. ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കേക്ക് കഴിക്കുന്ന സമയത്ത് അത് കടിക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ നന്നായിട്ട് ജ്യൂസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ജ്യൂസാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റി വെക്കുകയാണ്. ഇനി കേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിനെ നന്നായിട്ട് സാധാരണ നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ജ്യൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബനാന മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ബാറ്റർ കാണുമ്പോൾ നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കും. ഇനി നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി പൊടികൾ ചേർക്കുകയാണ്. അതിനായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, 1 നുള്ള് ഉപ്പ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ആട്ടപ്പൊടിയാണ്. മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൈദ ചേർക്കുന്നില്ല, ആട്ടപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 കപ്പ് ആട്ടപ്പൊടിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഈ ബാറ്ററി മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പൊടിയുടെ അളവ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു കേക്കിൻ്റെ ബാറ്റർ നമുക്കറിയാമല്ലോ, ആ ഒരു തിക്ക് വരെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കുന്നത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമാണ്. ഞാനിതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ആൽമണ്ട്, അണ്ടിപ്പരിപ്പ്, പിന്നെ ഗോൾഡൻ റൈസിൻ, ബ്ലാക്ക് റൈസിൻ, ആപ്രിക്കോട്ട്, ഇത്രയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും അളവ് ഒന്നും പ്രശ്നമല്ല. നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഏതൊക്കെയാണോ നമ്മുടെ കയ്യിലുള്ളത്, എത്രയാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്നും നിർബന്ധമുള്ളതല്ല, ചേർത്ത് കൊടുത്താൽ ടേസ്റ്റാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഉള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഈ കേക്കിൻ്റെ ഇങ്ങനെയുള്ളൊരു കളർ എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒരല്പം ഓറഞ്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ബനാനയുടെ പ്ലെയിൻ കളർ തന്നെ മതി. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനൊരു പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം ഓയിൽ ചേർത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഈ പാൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഏറ്റവും മുകളിലായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറീസാണ് വെച്ചിട്ടുള്ളത്. വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ മുന്തിരി, അതല്ലാന്നുണ്ടെങ്കിൽ ബദാം, എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ അരമണിക്കൂറിന് ശേഷം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് അറിയേയില്ല. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹെൽത്തി സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.